अस्सलाम वालेकुम रहमतुल्लाह। जिन्होंने आज सनद ली है वो अपने ज़रा मास्क नीचे करें ताकि मुझे चेहरे नज़र आते रहें। സനത് വാങ്ങിയവരെല്ലാം തന്നെ ഒന്ന് മാസ്ക് താഴെയാക്കുക, അവരെ കാണാൻ വേണ്ടി. സനത് വാങ്ങിയവരെല്ലാവരും തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അൽഹംദുലില്ലാ. ഇന്ന് നിങ്ങളെല്ലാവരും ഷാഹിദ് ഡിഗ്രി വാങ്ങി പുറത്തേക്ക് പോവുകയാണ്. ജാമിയയിലെ പ്രിൻസിപ്പൽ അവർ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ നല്ല റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചിരിക്കുന്നത്. അവർ അള്ളാഹു നമുക്ക് ഇതിന് തൗഫീക്ക് നൽകട്ടെ. ഭാവിയിലും ജാമ്യയുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി തൗഫീക്ക് നൽകാൻ വേണ്ടി തങ്ങളുടെ ആഗ്രഹവും പ്രകടിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം ലോകത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം പൂർത്തിയാക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. അള്ളാഹു ഈ അവരുടെ ഈ ആഗ്രഹങ്ങൾ, അവരുടെ റിപ്പോർട്ടിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ ആഗ്രഹങ്ങൾ, സമയക്കുറവ് മൂലം അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതെല്ലാം തന്നെ പൂർത്തിയാക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. ഇത് സന്തോഷത്തിൻ്റെ സുദിനമാണ്. ഷാഹിദിൻ്റെ ഈ ഡിഗ്രി കരസ്ഥമാക്കിയവർ അവർ സന്തോഷവാന്മാരാണ്. അവരുടെ മാതാപിതാക്കളും സന്തോഷവാന്മാരായിരിക്കും. ആരുടെ മകനാണോ ജമാഅത്ത് സേവനത്തിന് വേണ്ടി, ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി, ദീനി അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് തർബിയത്ത് നൽകുന്നതിന് വേണ്ടി മൈതാനത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നവർ, അവരുടെ മക്കൾ തീർച്ചയായും അവർ സന്തോഷവാൻ മാതാപിതാക്കൾ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മൈതാനത്തേക്ക് ഇറങ്ങുന്നവർ ചിന്തിക്കുകയും നിങ്ങൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹം, ജാമ്യയുടെ ആഗ്രഹം, അതേപോലെ തന്നെ ഇതുതന്നെയാണ് ഖലീഫയുടെ ആഗ്രഹവും. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്നവർ ആയി നിങ്ങൾ മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ ജമാഅത്തിൻ്റെ അംഗങ്ങളുടെ തർബിയത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തന മണ്ഡലത്തിൽ നിങ്ങളുടേതായിരിക്കുന്ന ഭാഗധേയം നിറവേറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരും പുറത്തുനിന്ന് ഓരോരുത്തരും തന്നെ ചിന്തിക്കേണ്ടത്, നമ്മൾ ജമാഅത്തി സേവനത്തിന് വേണ്ടി യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്തെത്തിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പൂർണ്ണമായും അറിവും ജ്ഞാനവും കരസ്ഥമാക്കിക്കൊണ്ട് നിങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ടോ? അതല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഭാവിയിലും അത് തയ്യാറാക്കും എന്നുള്ള ദൃഢനിശ്ചയം നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടോ? തർബിയത്ത് മേഖലയിൽ വിശുദ്ധ ഖുർആൻ, ഹദീസ്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ, അത് ഗഹനമായ പഠനം നടത്തിക്കൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമം നടത്തുന്നുണ്ടോ?
ഇനിയും ഞങ്ങളതിനു വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ജാമ്യയിൽ 7 വർഷം നിങ്ങൾ അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി ഒരു തുടക്കം, പ്രാഥമികമായ തുടക്കം മാത്രമാണ് നിങ്ങൾ ചെയ്തത്. ജാമ്യ വിദ്യാഭ്യാസ സമയത്ത്, പഠനം നടത്തുന്ന സമയത്ത് അടിസ്ഥാനപരമായിരിക്കുന്ന അറിവുകൾ മാത്രമാണ് നൽകാൻ സാധിക്കുകയുള്ളൂ. 7 വർഷം എല്ലാം കരസ്ഥമാക്കി ഞങ്ങൾ പെർഫെക്റ്റായി എന്ന് ചിന്ത നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. ഇതിൽ നിന്ന് പുരോഗതി കൈവരിക്കാൻ വേണ്ടി നിങ്ങൾ പരിപൂർണമായും പരിശ്രമിക്കുന്നില്ലെങ്കിൽ ഭാവിയിൽ വിശുദ്ധ ഖുർആനും ഹദീസും അതിൻ്റെ അറിവുകൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നില്ലെങ്കിൽ തുടക്കത്തിൽ പ്രാഥമികമായി നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്ന പ്രാഥമിക അറിവുകൾ അതും നിങ്ങൾ മറന്നു പോകുന്നതാണ്. അത് മറ്റ് താല്പര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുകയാണെങ്കിൽ പിന്നെ അതായിരിക്കും അവസ്ഥ. ഇത് വിവരിക്കുന്നതിൽ അതിൽ നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾക്കത് വിവരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മുറബിൽ അത് ആവശ്യമാണ്. നിങ്ങളുടെ തബ്ലീഗും നിങ്ങളുടെ തർബിയത്തും അതിൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നവർ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ നിങ്ങൾ നാണിക്കേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ കരുതുന്നത് ഒരു മുറബി എന്ന് പറഞ്ഞാൽ ജാമ്യയിൽ നിന്നും അറിവ് കരസ്ഥമാക്കി പുറത്തേക്ക് വന്നൊരു വ്യക്തി ഈ മണ്ഡലത്തിൽ വലിയ നിപുണനാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നൈപുണ്യം കരസ്ഥമാക്കുന്നതിനും അത് സ്ഥാപിക്കുന്നതിനും നിങ്ങൾക്കും നിങ്ങളുടെ ജമായത്തിനും ഇനിയും നാണക്കേടിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി അറിവിലും ജ്ഞാനവും കരസ്ഥമാക്കുന്നതിൽ സ്ഥിരമായി സ്ഥായിയായ പരിശ്രമം, അതിൽ പുരോഗതി കൈവരിക്കേണ്ടതും അനിവാര്യമാണ്. ഇതില്ലാതെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമല്ല. ഇതിനുവേണ്ടി ഇന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക. ഇന്ന് ഞാൻ ഡിഗ്രി കരസ്ഥമാക്കിയതിന് ശേഷം, സനത് കരസ്ഥമാക്കിയതിന് ശേഷം നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നാം ഇനി വർഷത്തിൽ 2 പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് മാത്രമല്ല നടത്തുക, ജീവിതയാത്രയിൽ നമ്മളുടെ ഓരോ നിമിഷവും തന്നെ അത് പരീക്ഷണങ്ങളുടെ ദിവസമാണ്, പരീക്ഷയുടെ ദിവസങ്ങളാണ്. അതിനുവേണ്ടി ഞങ്ങൾ സ്ഥിരമായി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ മുറബിയും വിജയിച്ച് പുറത്തേക്ക് പോകുന്ന സന്നദ്ധ കരസ്ഥമാക്കി ഓരോരുത്തരും തന്നെ പരിശ്രമിക്കേണ്ടതാണ്. ഈ യാഥാർത്ഥ്യവും ഒരിക്കലും മറക്കരുത്. ഈ അറിവും ജ്ഞാനവും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് നിർബന്ധമാണ്. നമ്മുടെ ഇബാദത്തുകളെ ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അത് യഥാർത്ഥ ഒരു വിശ്വാസിയുടെ ആ കരസ്ഥമാക്കേണ്ട ഉന്നത സ്ഥാനത്തേക്ക്. പ്രസംഗങ്ങളിലും റസൂൽ തിരുമേനിയുടെ സഹാബാക്കളുടെ ഉദാഹരണം നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബാക്കളുടെ ഉദാഹരണം നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഒരു മുറബിയും ഒരു മുബല്ലിഗും എപ്പോഴും തന്നെ പരിശ്രമിച്ചു കൊണ്ടിരിക്കേണ്ടത് ആ ഒരു സ്ഥാനം സ്വയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയായിരിക്കണം അവൻ്റെ പരിശ്രമം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ന് ജാമ്യയിൽ നിന്നും സനത് കരസ്ഥമാക്കിയ ശേഷം സനത് കരസ്ഥമാക്കുന്നതിനുള്ള ഗുണമുണ്ടാകുന്നത്, കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം സനത് കരസ്ഥമാക്കുന്നതിന് പ്രയോജനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രതിജ്ഞ എടുക്കുക,
നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഞങ്ങളിൽ ഒരു വിപ്ലവം സംജാതമാക്കുന്നതാണ്, പുതിയൊരു വിപ്ലവം സംജാതമാക്കുന്നതാണ് എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. നമ്മുടെ താല്പര്യങ്ങൾ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങളായി മാറുന്നതല്ല, മറിച്ച് ആത്മീയവും അറിവിൽ മുന്നേറുകയും ചെയ്യുന്നതായിരിക്കണം ഞങ്ങളുടെ താല്പര്യം. ഇതായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ നിങ്ങൾ ഉൾപ്പെടുന്നതായിത്തീരുന്നതാണ്. അതിനുവേണ്ടി വിവിധ സന്ദർഭങ്ങളിൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൻ്റേത് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് അംഗങ്ങളോട് നിങ്ങൾ ഇങ്ങനെ ആവണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ ഒരു ആത്മപരിശോധന നടത്തുക. നാം ആ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ അത് നമ്മളെ ഇതിൽ നിന്നും പിന്നോട്ട് വലിച്ച് കൊണ്ടുപോകുന്നുണ്ടോ? അതേപോലെ തന്നെ ജമാഅത്തിൻ്റെ രീതി, അതിൻ്റെ നിയമങ്ങൾ അത് പൂർണ്ണമായും അറിവൊരു മുറബിക്കുണ്ടായിരിക്കേണ്ടതാണ്. ജമാഅത്തി നിസാമിൻ്റെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവ്, സംവിധാനത്തെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റേതായിരിക്കും സംഘടനാപരമായിരിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജമാഅത്തിൻ്റെ വിവിധങ്ങളായിരിക്കും വകുപ്പുകളുണ്ട്, അതിനെക്കുറിച്ചുള്ള അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഒരു മീറ്റിംഗ് നടന്നു, ഇൻചാർജ് സാഹിബിനോട് ചോദിച്ചു, ആമീർ സാഹിബിനോട് ചോദിച്ചു, എൻ്റെ അടുത്ത് വന്ന് എന്നോട് എന്തൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കത്തിൽ എഴുതി ചോദിച്ചു, ഈ നിയമം എന്താണ്, ഈ നിയമം എന്താണ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്വന്തമായി അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്, വായിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് ആ അറിവ് കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ജമാഅത്തി സംവിധാനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവൊരു മുറബിക്കുണ്ടായിരിക്കേണ്ടതാണ്. തർബിയത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഏതെല്ലാം വകുപ്പുകളുണ്ട്, ഏതെല്ലാം വകുപ്പുകളാണ്, എന്താണ് ഓരോന്നിൻ്റെ ജോലി എന്താണ് എന്നെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ വകുപ്പിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കണം. അഹ്മദിയ ജമാഅത്തിൽ ഒരു വലിയ വകുപ്പ് മജ്ലിസ് ഷൂറയുടേതാണ്. അതിൻ്റെ രീതി, അതിൻ്റെ നിയമവശങ്ങൾ, ചട്ടങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ ചട്ടങ്ങളും നിങ്ങൾ അറിഞ്ഞാൽ, അത് നിങ്ങൾ ഭാരവാഹികൾ വഴികാട്ടാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ളത്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, പലപ്പോഴും എത്രയോ വർഷമായി അവർ മുബല്ലിഗായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നിട്ടും അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് അവർക്കില്ല എന്നുള്ളതാണ്. ഉദാഹരണമായി ഷൂറാസ്തിലെ പല സ്ഥലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അതാണ് അമീർ സാഹിൽ നിന്നും റിപ്പോർട്ട് വരുന്നില്ലെങ്കിലും ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത്, മുറബി സാഹിബ് തെരഞ്ഞെടുപ്പ് സമയത്ത് എഴുന്നേറ്റതുകൊണ്ട് പറഞ്ഞു, എൻ്റെ കാര്യം ഈ ഷൂറയിൽ നിങ്ങൾ സമർപ്പിക്കണമെന്ന്. അമേരിക്കയിലൊരു സ്ഥലത്ത് അല്ലെ, ഇങ്ങനെയുള്ള എന്തോ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അമീർ ജമാഅത്ത് ഒരു ജോലിക്കാരനാണ്. മുറബിയെ സംബന്ധിച്ച് അവൻ അറിഞ്ഞിരിക്കണം, ഷൂറയുടെ രീതിയുടെ നിയമത്തിനെതിരാണിത്, ഇങ്ങനെ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ അത് തന്നെ രേഖപ്പെടുത്തണം, നിർബന്ധിക്കുക, എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയേ പറ്റൂ എന്ന് നിർബന്ധിച്ച് പറയുക. നിങ്ങൾക്ക് മഷ്വറ നൽകുന്നുണ്ടെങ്കിൽ ജമാഅത്തിന് എന്തെങ്കിലും മഷ്വറ നൽകണം, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയ പല മഷ്വറയും നിങ്ങൾക്ക് നൽകേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഉസൂറിന് ഖലീഫക്ക് നേരിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നിങ്ങൾ പറയലല്ല, അമീറിനോട് പറയലല്ല, നിങ്ങൾ എൻ്റെ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നുള്ളതല്ല. അതേപോലെ തന്നെ അവിടെ കൂടിയിരിക്കുന്നത് പിന്നെ അസ്വസ്ഥരായിത്തീരും. നിങ്ങൾ
അവിടെ സമാധാനം, ജമായത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്, സ്വസ്ഥത ഉണ്ടാക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ കാര്യം ശ്രദ്ധിക്കണം. 2-3 വർഷം നിങ്ങൾ ഫീൽഡിലേക്കായാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്കെല്ലാം അനുഭവമുള്ളവരാണ്, അഭിപ്രായം ഞങ്ങൾക്ക് എല്ലാം പറയാൻ അറിയാമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിത്തീരും. പക്ഷേ വളരെയധികം പഠിക്കേണ്ട ആവശ്യമാണുള്ളത്. ഇപ്പോഴും 4 വർഷം 5 വർഷം 10 വർഷം കൊണ്ടൊന്നും പഠിക്കാൻ കഴിയില്ല. അതിനു വേണ്ടി അനുഭവം അനിവാര്യമാണ്. അതിനുള്ള അറിവ് കരസ്ഥമാക്കേണ്ട ആവശ്യമാണ്. അതോടൊപ്പം തന്നെ പഠിക്കാൻ വേണ്ടി ഖലീഫയോട് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം കേന്ദ്രത്തോട് മാർഗനിർദ്ദേശം തേടേണ്ടതാണ്. അതെപ്പോഴും നിങ്ങൾ മുമ്പ് വെക്കണം. എപ്പോഴും തീരുമാനമെടുക്കുക എന്നുള്ളത് അത് ഖലീഫയുടെയും മർക്കസിൻ്റെയും അധികാരത്തിൽപ്പെട്ടതാണ്. അമീർ, ആ നാട്ടിലെ അമീർ, അതിലേതെങ്കിലും ഒരു അമീർ അദ്ദേഹത്തിന് സ്ഥിരമായി അമീറായി നിൽക്കണോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കൊണ്ട് ആരാവണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട കേന്ദ്രമാണ്. ഓരോ നാട്ടുകാർക്ക് അതിനുള്ള അവകാശമല്ല. ഷൂറയിൽ ഇത് സമർപ്പിക്കാനേ പാടില്ല. പിന്നീട് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇതിങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കാനും പാടില്ല. മുറബി എന്നുള്ളത് അവനെക്കുറിച്ച് നോക്കേണ്ടതാണ്. നിങ്ങൾ എപ്പോഴും ജീവൻ വഖഫ് ചെയ്ത ആളുകളാണ്. ഒരാത്മപരിശോധന നടത്തുക. നമ്മളെപ്പോഴും തന്നെ ജമാഅത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ എന്ന് നാം ആ സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഒരു വഖഫ് ചിന്തയ്ക്ക് ആവശ്യമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ആ ഒരു സ്ഥാനം നാം കരസ്ഥമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഞാൻ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിതം കരസ്ഥമാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. അതിനല്ലെങ്കിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ അങ്ങും ഇങ്ങുള്ള കാര്യങ്ങൾ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം? അങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ പോയി, ജമാഅത്തുകളിൽ പോയി പല കാര്യങ്ങളും നിങ്ങളും വരുന്നതാണ്, പ്രശ്നങ്ങൾ വരുന്നത്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരും ജമാഅത്തുള്ളവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്വയം സ്ഥിരമായി നിത്യവും 1 മണിക്കൂർ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. അവരുടെ ലക്ഷ്യങ്ങൾ, ജമാഅത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ, അതെല്ലാം കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. മുറബി ശ്രദ്ധിക്കേണ്ടത്, ഒരു ആത്മപരിശോധന നടത്തേണ്ടത്, 5 നേര നമസ്കാരം, ഫർള് നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കുക. കൃത്യമായി ജമാഅത്തായി അവൻ നമസ്കരിക്കേണ്ടതാണ്. ഒരു നിർബന്ധ സാഹചര്യങ്ങളിലല്ലാതെ ഒരിക്കലും തന്നെ അത് ഉപേക്ഷിക്കാനേ പാടില്ല. 5 നേര നമസ്കാരം ഫർള് നമസ്കാരത്തോടൊപ്പം സുന്നത്ത് നമസ്കാരങ്ങൾ എങ്ങനെ നോക്കുക. ഏത് രീതിയിലാണ് ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്നത്. ജമാഅത്ത് നമസ്കാരത്തിന് 2 മിനിറ്റ് മുമ്പ് വന്ന് വേഗം 2-4 സുന്നത്ത് നിസ്കരിച്ച് വേഗം ഇരുന്ന് എന്നുള്ളതല്ല. സുന്നത്ത് നമസ്കാരങ്ങളും ഭംഗിയായി ഭക്തിയോടുകൂടി അനുഷ്ഠിക്കണം മുഅല്ലിം. ഇതൊരു മുറബിയുടെ ജോലിയാണ്. നിങ്ങൾ മാതൃക കാണിച്ചാലാണ് മറ്റുള്ളവർ നിങ്ങളുടെ മാതൃക കണ്ടുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങളെപ്പോഴും തന്നെ ഹാദിറാണോ എന്ന് നിങ്ങൾ നോക്കുക, ചിന്തിക്കുക. നമ്മളെപ്പോഴും തന്നെ ഈ പരിശോധന നടത്തുക. വെറും അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി കൃത്യമായി നമ്മൾ വായന നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഗ്രന്ഥങ്ങൾ പാരായണം നടത്തുന്നുണ്ടോ, അതിനുവേണ്ടി നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ജർമ്മനി മുബല്ലിങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരോട് ഞാൻ പറഞ്ഞിരുന്നത്, ഞാൻ മണിക്കൂറുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എത്ര സമയം ചിലവഴിക്കുന്നു എന്നല്ല ഞങ്ങളോട് പറയുന്നത്. മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾ ജീവിതം വഖഫ് ചെയ്തവരാണ്. ഞാൻ 10 മിനിറ്റ് വായിച്ചു, 12 മിനിറ്റ് വായിച്ചു, 50 മിനിറ്റ് വായിച്ചു എന്ന് പറയരുത്. അതല്ല നിങ്ങൾ പറയേണ്ടത്.
അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം ഞങ്ങൾ ചിലവഴിച്ചു എന്നുള്ള പറയാം. നിത്യവും നിങ്ങൾ പറയേണ്ടത് എത്ര മണിക്കൂറുകൾ എന്നാണ് ഇതിനു വേണ്ടി നിങ്ങൾ സമയം നൽകി എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ സമയത്തെ അത് മണിക്കൂറുകളിലായി വിഭജിക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങളാക്കുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായി ജോലി ചെയ്യുന്നവരെ മാറുന്നതാണ്. തബ്ലീഗിന് വേണ്ടി എത്ര മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്ത് നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രോഗ്രാം ഉണ്ടാക്കണം. ജമാഅത്ത് അംഗങ്ങളെ തർബിയത്തിന് വേണ്ടി എത്ര മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിച്ചു എന്ന് നോക്കണം. ജമാഅത്തിൻ്റെ കുട്ടികൾക്ക് തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനും അതേപോലെ തന്നെ ദീനി അറിവ് നൽകുന്നതിന് വേണ്ടി എത്ര മണിക്കൂറുകൾ നിങ്ങൾ ചിലവഴിച്ച് നോക്കുക. പലപ്പോഴും എനിക്ക് പലരും എഴുതാറുണ്ട്, നമ്മുടെ മുറബി പറയാറുള്ളത് ഞങ്ങളടുത്ത് സമയമില്ല എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് കുറേ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ട് അങ്ങനെ ഞങ്ങൾക്ക് അഹമ്മദികളോട് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് നിർബന്ധം കൊണ്ടുപോകേണ്ടി ചിലർ അനുവാദം ചോദിക്കുന്നുണ്ട് അവർക്ക് അവിടെ പോകാൻ വേണ്ടി. ഇത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഒരു മുറബി ചിന്തിക്കേണ്ടത്, ഇങ്ങനൊരു മറുപടി പറയാൻ ഒരു മുറബിക്ക് അവകാശമുണ്ടോ? അവന് പറ്റിയതാണോ ഈ മറുപടി? ഇങ്ങനെ മറുപടി പറയുന്നവർ അവർ നാണിക്കേണ്ടതാണ്, തലചായ്ക്കേണ്ടതാണെന്ന് ചിന്തിക്കേണ്ടത്. ജമാഅത്ത് ഇത്ര വലിയ പൈസ ചിലവഴിച്ചൊരു മുറബിബ് തയ്യാറാക്കുക. അവർ ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ ജോലി എന്താണ്? നിങ്ങളുടെ ജീവിതം വഖഫാണ്. ജീവിതം നിങ്ങളുടേതല്ല. ഞാൻ എൻ്റെ സമയം എല്ലാം ജമാഅത്തിന് വേണ്ടി ചിലവഴിക്കുമെന്ന് പറഞ്ഞവരാണ്. നിങ്ങളതിനുവേണ്ടി ത്യാഗം ചെയ്യണം. അതുകൊണ്ട് ഇനി നിങ്ങൾ ജമാഅത്തുകളിൽ പോകുന്ന നിങ്ങൾ വലിയൊരു ഉത്തരവാദിത്വം കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്. ജമാഅത്തുകളിൽ നേരത്തെ ഉള്ളവർ ഇത് സംബന്ധമായി എനിക്ക് അവരോട് ഇന്ന് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തുക. പുതിയ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ മാതൃകയെ മാറുക. അതല്ലാതെ നിങ്ങൾ അലസരന്മാരുടെ പോലെ ആ മാതൃകയല്ല നിങ്ങൾ കാണിക്കേണ്ടത്. തെറ്റായ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതല്ല മുന്നിൽ വെക്കേണ്ടത്. ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പുതിയ മുറബിമാർ, അവർ ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നമ്മളെ ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രതിജ്ഞ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ഞങ്ങൾ നിറവേറ്റേണ്ടതാണ്. നിങ്ങൾ മുമ്പാകെ ചിലരുടെ സീനിയർമാരുടെ നല്ല മാതൃക ഇല്ലെങ്കിൽ, ഒരു നല്ല മാതൃക ഇല്ല എന്നുള്ളതല്ല, നല്ല മാതൃകകളും കുറേയുണ്ട്. നല്ല മാതൃക ഇല്ലാത്തവരല്ല നിങ്ങൾ നോക്കേണ്ടത്. നല്ല മാതൃകയുള്ള എത്രയോ പ്രബിമാർ നിങ്ങൾക്കുണ്ട് മുമ്പുള്ളവർ, അവരെ മുമ്പിൽ വെക്കുക. ഇനി നല്ല മാതൃക കാണിക്കാത്തവർ, നിങ്ങൾ മോഡലായിട്ട് കരുതരുത്, അവരെ നിങ്ങൾ പിൻപറ്റരുത്. ഞാൻ പറഞ്ഞതുപോലെ സഹാബാക്കളുടെ യഥാർത്ഥ വഖഫ് ജീവിതം കഴിച്ചവർ, അവരാണ് നിങ്ങൾ മോഡലായിരിക്കണം, അവരാണ് നിങ്ങൾ മാതൃക ആവേണ്ടത്. അതുകൊണ്ട് ഈ ഒരു പ്രതിജ്ഞയോടുകൂടി നിങ്ങൾ ജമാഅത്തുകളിലേക്ക് പോവുക. അല്ലാതെ സനത് കരസ്ഥമാക്കി എന്നുള്ളതല്ല വലിയ കാര്യം. ഇത് വലിയ ശ്രദ്ധയോടുകൂടി നിങ്ങൾ വളരെ കഠിനാധ്വാനത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. ആ തിലാവത്ത് ചെയ്ത ആയത്തുകളിൽ ഈ ഉപദേശങ്ങളാണുള്ളത്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പദ്യം കേൾപ്പിക്കുകയുണ്ടായി. വളരെയധികം ദുആകളാണ് ഖലീഫ മുസ്ലിം മസീഹ് സാനി അതിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണ്ടി. അതെല്ലാം ഒന്ന് ചിന്തിക്കുക. പദ്യങ്ങൾ കേട്ട് ആനന്ദിച്ചു അങ്ങനെ അവസാനിച്ചു എന്നുള്ളതിലാകരുത്. ഒരു മുറബിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും തന്നെ ഇത് സംബന്ധമായി ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. അതായത് ഈ സനത് വാങ്ങുക എന്നുള്ളത്, സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് നമുക്ക് ചെറിയൊരു അധ്വാനിച്ചാൽ നമുക്ക് അത് ലഭിക്കുന്നതാണ്. അത് കിട്ടി നിങ്ങൾക്ക്. ഇനി അതിൻ്റെ കടമ നിറവേറ്റുന്നതിന് വേണ്ടി സ്ഥിരമായ പരിശ്രമമാണ് വേണ്ടത്. അതേപോലെ ചില ഓഫീസുകളിൽ ചിലരെ നിയമിക്കാറുണ്ട്.
അതല്ലെങ്കിൽ അവരെ ജമാഅത്തിൻ്റെ സംവിധാനത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഞങ്ങൾ ഓഫീസിലുള്ളവർ ഇവിടെ തന്നെ ഇരിക്കും എന്ന് കരുതരുത്. അവരങ്ങനെ യഥാർത്ഥ ലക്ഷ്യം മറന്നു പോകരുത്. അറിവ് കരസ്ഥമാക്കുക എന്നുള്ള കാര്യത്തിൽ അവർക്ക് എപ്പോഴും ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള മുറബിമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ആത്മീയവും അറിവും പുരോഗതിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ തിരിക്കണം. അത് തടസ്സമാകരുത് ഇതൊന്നും. ഇന്ന് നിങ്ങൾ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങളെ മുറബി ആയിക്കൊണ്ട് ഏതെങ്കിലും ജമാഅത്തിലേക്ക് അയക്കാം. അവിടെ പോയി പിന്നെ പറയരുത്, ഞങ്ങൾ ഇതുവരെ ഓഫീസിലല്ലേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള തർബിയത്ത് കാര്യവും ജമാഅത്ത് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത്. ഞങ്ങൾ പഠിച്ചതൊക്കെ മറന്നുപോയി എന്ന് പറയാൻ പാടില്ല. ഇത് സംബന്ധമായി ചില മുറബിമാരെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ചില ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും അവർക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കാരണം അവർ ഓഫീസിൽ ജോലി ചെയ്ത് എല്ലാം മറന്നുപോയി. അവർ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഇനി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ടല്ലോ, ഓഫീസിലല്ലേ എന്നും കരുതുന്നു. അവർ കരസ്ഥമാക്കുന്നില്ല, അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇനി എന്ന് മറുപടി പറയുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചിന്തിച്ച് അവർക്ക് മറുപടി പറയേണ്ടി വരുന്നു. എന്നാൽ പെട്ടെന്ന് മറുപടി പറയേണ്ട ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിത്തീരണം. ഇപ്പോൾ നമ്മുടെ എതിരാളികൾ ഈ കാലത്ത് ജമാഅത്തിനെതിരിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മേൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഈ രീതിയിൽ പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കിയവരാണ്. എന്തുകൊണ്ട് നമ്മുടെ അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറായിക്കൂടാ നമുക്ക്? അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, എവിടെയാണ് നിങ്ങൾ നിയമിക്കപ്പെട്ടതെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ അള്ളാഹുവായിട്ട് ബന്ധപ്പെടാൻ പ്രത്യേകമായി ശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനും ഹദീസും അതിൽ അറിവ് കരസ്ഥമാക്കുന്നതിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന കാര്യത്തിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചില മുറബിങ്ങൾ പലപ്പോഴും എന്നോട് പറയാറുണ്ട്, ഇന്ന് ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇന്ന പുസ്തകത്തിൻ്റെ 4-5 പേജ് വായിച്ചു എന്ന് പറയാറുണ്ട്. ഇത് വലിയ അഭിമാന പ്രശ്നമല്ല, നാണിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. മുറബിമാർ പറയേണ്ടത് എത്ര മണിക്കൂറുകൾ ഞാൻ വായിച്ചു, അങ്ങനെ ഈ അറിവ് കരസ്ഥമാക്കി എന്നുള്ളതാണ്. അതിന് നോട്ട്സുകൾ ഞാൻ തയ്യാറാക്കിയെന്നാണ് പറയുന്നത്. പലപ്പോഴും ഞാൻ പുസ്തകം വായിക്കാൻ വേണ്ടി നൽകുകയുണ്ട്. മുറബി വന്ന് ഫീൽഡിൽ വന്നു, ട്രെയിനിങ് നടത്തുന്ന ആളുകളുണ്ട്. പാസ്സായി ജാമ്യയിൽ നിന്ന് പുറത്തിറങ്ങി 1 മാസം വരെ അവർക്ക് പുസ്തകം നൽകി. പക്ഷേ ആ പുസ്തകം ഇതുവരെ വായിച്ചു തീർത്തിട്ടില്ല അവർ. ഇതൊരു മുറബിയുടെ രീതിയല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും വഖഫ് ചെയ്തു എന്നും അതുപോലെ തന്നെ ദീനിനെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ദീനി അറിവ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടി എല്ലാ ദീനും എല്ലാം തന്നെ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ രീതിയല്ല ഇത്. 15-20 ഒരു മാസത്തിന് ശേഷം അവർ ചോദിച്ചാൽ പറയാം, ഓ മറന്നുപോയി എന്ന് പറയും. പൊതുവിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ജാമ്യ പുറയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ ഈ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നിങ്ങളിൽ ധൈര്യം ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെക്കാളും കൂടുതൽ വീര്യം നിങ്ങളിലുണ്ടായിരിക്കണം. ആരോടെങ്കിലും ദേഷ്യം പിടിച്ച് മറുപടി പറയുകയാണെങ്കിൽ, ആരെങ്കിലും ആക്ഷേപം കേട്ടാൽ അവർ ദേഷ്യപ്പെട്ടുകൊണ്ട് മറുപടി പറയുകയാണെങ്കിൽ, അത് തെറ്റായ രീതിയിൽ മോശമായ രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ, മറുപടി പറയുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അത് വളരെ അശ്രദ്ധമായിട്ട് വിട്ടുകളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കുന്ന ആളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതൊക്കെ അവർക്ക് വഴികേടിനുള്ള മാർഗമായി തീരുന്നതാണ്, വഴി തെറ്റാനുള്ള മാർഗമായി തീരുന്നതാണ്. നിങ്ങൾ ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ളവരല്ല, ജനങ്ങൾക്ക് സമാധാനവും ശാന്തിയും പകരാനാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരെ വഴികാട്ടാനാണ് നിങ്ങളെ ഈ മുറബിയാക്കിയിരിക്കുന്നത്.
ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജനങ്ങളുടെ സ്നേഹത്തോടുകൂടി സൗഹൃദത്തോടുകൂടി അതബോടുകൂടി നിങ്ങൾ സമീപിക്കേണ്ടതാണ്. അതൊരു മുറബിയുടെ പ്രത്യേകമായിരിക്കുന്ന ഒരു കഴിവായി മാറണം, സ്വഭാവമായി മാറണം. ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ ദീനിനെ മുൻതിക്കുന്ന ആ ഉന്നതമായ മാതൃക നിങ്ങൾ സ്ഥാപിക്കണം. മുത്തഖീങ്ങളുടെ ഇമാമിങ്ങളായി നിങ്ങൾ മാറണം. അതിനുവേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ആദ്യം തുടങ്ങുക. നിങ്ങളുടെ വീടുകളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഇസ്ലാമിക അധ്യാപനങ്ങളുടെ മാതൃകയുള്ള വീടുകളായി മാറണം. കുട്ടികൾക്ക് അറിയണം, ഭാര്യക്കറിയണം. ചിലർ കല്യാണം നടന്നവർ ചിലരുണ്ട്, കല്യാണം നടക്കും ചിലവരത്. ഫീൽഡിലുള്ളവരോട് ഞാൻ പറയുന്നു, ഭാര്യ മക്കളെ ശ്രദ്ധിക്കണം. ഞങ്ങളെ ഭർത്താവ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉപ്പ ഞങ്ങളോട് എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ പറയുന്നത് എന്നുള്ളൊരു ചിന്ത അവരുണ്ടായി തീരണം. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. റസൂൽ തിരുമേനിയുടെ സുന്നത്തും റസൂൽ തിരുമേനി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നമ്മളോട് പറയുന്നത്. വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കൊണ്ടാണ് ഇതെല്ലാം തന്നെ അദ്ദേഹം പറയുന്നത് എന്നുള്ള ചിന്ത അവർക്കുണ്ടാവണം. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത് ആത്മീയ പുരോഗതി അത് വീടുകളിൽ ലഭിക്കുന്നത് അത് വീടുകളെ സമാധാനമുള്ള ഗേഹങ്ങളാക്കി മാറ്റുന്നതാണ്. ഓരോ വഖഫെ ജിന്ദഗിയും അതുപോലെ തന്നെ അവരുടെ ഭാര്യയും അതല്ലെങ്കിൽ വഖഫെ ജിന്ദഗിയായ ഭർത്താവ്, വഖഫെ ജിന്ദഗിയായിരിക്കുന്ന പിതാവ് എപ്പോഴും തന്നെ മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മുടെ പിതാവ് നമ്മുടെ ഉപ്പ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഭർത്താവ് എനിക്ക് മാതൃകയാണ് എന്ന് ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും തോന്നണം. ഇതേപോലെ ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഭാര്യയുടെ മക്കളുടെ അതെല്ലാം ഇല്ലാതായിത്തീരും. അവർക്കും അറിയാം നമ്മളിപ്പോൾ വഖഫ് എന്തൊക്കെയാണ്, കുറഞ്ഞ രീതിയിൽ ആണ് അവൻ ജീവിതം അവിടെ ചിലവൊക്കെ നടത്താൻ കഴിയുകയുള്ളൂ എന്നവർക്ക് തോന്നും, അവർ മനസ്സിലാക്കും. വീടുകളിൽ ഈ ഒരവസ്ഥ ആയിക്കഴിഞ്ഞാൽ ജമാഅത്തിലും അതിൻ്റേതായിരിക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകും. അത് ആ മാതൃകകൾ പുറത്തേക്ക് വരുന്നതാണ്. അതും നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നുള്ള സാമ്പത്തികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ മുറബിമാർക്ക് അല്ലെങ്കിൽ വഖഫ് ജിന്ദഗികൾക്ക് അവരെ പരിഗണിക്കാറുണ്ട് അവരെ എല്ലാ രീതിയിലും. കുറച്ച് മുമ്പ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നില്ല. ഘാനയിൽ ഞാൻ നിന്നിട്ടുണ്ട്. വഖഫ് ജിന്ദഗിൻ്റെ അലവൻസ് വളരെ ഒരു മാസം മുഷ്ടിച്ചാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക. ചിലപ്പോൾ വളരെ പ്രയാസപ്പെട്ട് 10-15 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവൻ്റെ ശമ്പളം കഴിയും എന്ന പല വഖഫ് ജിന്ദഗികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവരതിൽ സന്തുഷ്ടരായിരുന്നു. അവരാരും കംപ്ലൈൻറ്റേ പറഞ്ഞിട്ടില്ല, പരാതികളൊക്കെ ഇല്ലായിരുന്നു. കാരണം അവർക്ക് അറിയാമായിരുന്നു നാം ഭാര്യ മക്കളുടെ മുമ്പാകെ മാതൃക സമർപ്പിച്ചിട്ടുണ്ട്, വഖഫ് ജിന്ദഗി എങ്ങനെയാണ് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് ഒരു ഡിമാൻഡ് അവർ ചെയ്യില്ല എന്ന് നമുക്കറിയാം. തെറ്റായിരിക്കുന്ന ആ ഒരു ഡിമാൻഡുകൾ വീടുകളിൽ നിന്ന് ഇല്ലാതായാൽ പിന്നീട് അസ്വസ്ഥത ഉണ്ടാവില്ല. എനിക്കറിയാം, ഞാൻ ഓർക്കുകയാണ്, ഗാനയിലേക്ക് ഞാൻ പോകുമ്പോൾ മുഹമ്മദ് ഷെരീഫ് സാഹിബ് സെക്രട്ടറി നുസ്രത് ജഹാൻ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം എന്നോട് പറയുകയുണ്ടായി. അദ്ദേഹം ഫലസ്തീനിൽ മുബല്ലിയിൽ നിന്നിട്ടുണ്ട്, ഗാംബിയയിൽ അദ്ദേഹം മുബല്ലിയായി നിന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, അവിടെയുള്ള അവസ്ഥകൾ അദ്ദേഹം വിവരിക്കുകയാണ്. അത് കറി വെക്കാൻ തന്നെ ഒന്നുമില്ല, 1-2 റൊട്ടി വാങ്ങും, എന്നിട്ട് അത് വെള്ളത്തിൽ മുക്കി തിന്നുമായിരിക്കും. ഇങ്ങനെയും മുറബിമാരൊക്കെ ജീവിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വളരെ സൗകര്യത്തോടുകൂടിയല്ലേ ഇപ്പോഴൊക്കെ ജീവിക്കുന്നത്.
അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുമ്പിൽ വെക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന് എത്രമാത്രം ഫضൽ നമുക്ക് നൽകുന്നുണ്ടോ, എത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ, അതിനെ എങ്ങനെയാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഒരിക്കലും തന്നെ പട്ടിണി വിട്ട് കൊല്ലാറില്ല. പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അള്ളാഹു സ്വയം ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. രാത്രിയിൽ വിശന്ന് ഉറങ്ങിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. പല മുറബിമാരും പല ത്യാഗങ്ങളും ചെയ്തിട്ടുണ്ട് മുറബിമാർ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക ഒരു മുറബിയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളത്. നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടായിത്തീരേണ്ടതാണ്. ഖനാഅത്തുണ്ടായിരിക്കണം. ഘാനയിലെ കുട്ടികൾ നമ്മളെ മുമ്പിൽ നിന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ആഫ്രിക്ക നാടുകളിലുള്ളവർ, അതായത് സൗകര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കാലത്ത് അത് ഞങ്ങൾക്ക് ചിന്തിക്കാനും പോലും കഴിയില്ലായിരുന്നു. എൻ്റെ കാലത്തൊക്കെ അവിടെ. പക്ഷേ മുറബിമാർ, അന്നുള്ള മുറബിമാർ ചെയ്തിരിക്കുന്ന ജോലി, അത് വഖഫിൻ്റെ ആത്മാവിനെ മനസ്സിലാക്കിയ മുറബിമാർ, അവരന്നും വളരെ സന്തോഷമായിരുന്നു. സന്തോഷിച്ചുകൊണ്ട് അവർ സന്തോഷത്തിലൂടെ അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇന്ന് ജമാഅത്തുകളിലുള്ളവരും അവർ നന്ദി രേഖപ്പെടുത്തുക. ഇനി ജമാഅത്തുകളിൽ പോകുന്ന ആളുകളും ആ ഫീൽഡിൽ പോകുന്നവരും അവർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതായത് നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിതം വഖഫ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊരു കാര്യം വന്നാലും അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നവരാണ്, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതാണ് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങളുടെ വീടുകളിലും ബർക്കത്തുണ്ടായിത്തീരുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരു സമാധാനമാണ്, നമ്മുടെ മാനസികമായ ശാന്തി, സമാധാനം, വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുക, സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. വയറ് നിറക്കുക അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതല്ല വലിയ ശ്രേഷ്ഠത. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ദിവസം ഇവിടെ സനത് വാങ്ങാമെന്ന ആൾക്കാർ, സർട്ടിഫിക്കറ്റ് വാങ്ങുമെന്ന ആളുകൾ, ഇംഗ്ലണ്ടിലുള്ള മുറബിമാരും ഉള്ള ആളുകളുണ്ട്, ജാമ്യയിലുള്ള കുട്ടികളുണ്ട്, കാനഡയിലുള്ള മുറബിമാരുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നവരുണ്ട്, യൂറോപ്പിൽ നിന്ന് വന്നവരുണ്ട്, ഘാനയിലും നമ്മളെ മുമ്പാകെ ഇരിക്കുന്നുണ്ട്. ഘാനിയ ജമയത്തിൽ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ പല നാടുകളിലുള്ള ആളുകളും അവിടെയുണ്ട്. കാനഡയിലും പല നാടുകളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഗവൺമെൻറ് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഇനി വരാൻ വരില്ല. ഇപ്പോഴല്ല, പല നാടുകളിലെ ആളുകളുമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും തന്നെ പഠിക്കുന്ന ആളുകളും ഇന്ന് പുറത്തിറങ്ങിയ ആളുകളും അതുപോലെ തന്നെ ജമാഅത്തുകളിൽ പ്രവർത്തിക്കുന്നവർ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നമ്മുടെ വഖഫിനെ പൂർത്തിയാക്കേണ്ടത് അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പ്രീതിക്കായിരിക്കണം ചിലവഴിക്കേണ്ടത്. ഒരു രീതിയിലുമുള്ള ഭൗതികമായിരിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ആയിരിക്കരുത്. അത് നമ്മളെ കീഴ്പ്പെടുത്തരുത്. അത് എവിടെ നമ്മുടെ ജോലിയാണെങ്കിലും ശരി, നമ്മെ എപ്പോഴും സർവ്വസമയം ദീനീ സേവനത്തിന് വേണ്ടി എല്ലാ ത്യാഗങ്ങൾക്കും നമ്മൾ തയ്യാറാക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എപ്പോഴും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എല്ലാം തന്നെ നമുക്കെല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അമീറിൻ്റെ ജോലി ചെയ്താലും, സെക്രട്ടറി തബ്ലീഗിൻ്റെ ജോലി ചെയ്യുകയാണെങ്കിലും, സെക്രട്ടറി താലീമിൻ്റെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും, സെക്രട്ടറി തർബിയത്തിൻ്റെ ജോലി നിങ്ങൾ ചെയ്യും, സെക്രട്ടറി മാലിൻ്റെ ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ പ്രസംഗത്തിലൂടെ, നിങ്ങളുടെ കുത്തുബുകളിലൂടെ നിങ്ങൾ യഥാർത്ഥ മാർഗനിർദ്ദേശം നൽകേണ്ടവരാണ്. നിങ്ങൾ സെക്രട്ടറികളുടെ ജോലി എളുപ്പമായി തീരുന്നത് ജനങ്ങളെ വഴി കാട്ടുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുക. ഇന്ന ജോലി പാടില്ല, ഇന്നത് വേണം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. എപ്പോഴും തന്നെ നിങ്ങൾ ത്യാഗത്തിന് വേണ്ടി തയ്യാറാക്കി വെക്കുക. ഈ ഒരു പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ സന്തോഷം നൽകുന്നത്. അതല്ലാതെ ഇന്നുള്ള ഈ ഒരു സനത് വാങ്ങുക എന്നുള്ളതല്ല. അങ്ങനെയുള്ള ആളുകളുടെ പ്രതിജ്ഞകൾ
അത് ലോകത്ത് വലിയ വിപ്ലവം സംജാതമാക്കുന്നതാണ്. നിങ്ങളെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വഖഫ് നിങ്ങളുടെ സൈന്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോകത്തെല്ലായിടത്തും അള്ളാഹുവിൻ്റെ തൗഹീദിനെ തൗഹീദിനെ ലോകത്ത് പരത്തുന്നതാണ് എന്നുള്ളതിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ലോകത്തിൻ്റെ കോണുകളിൽ റസൂൽ തിരുമേനിയ പതാക ഞങ്ങൾ പാറിപ്പറത്തുന്നതാണ് എന്നുള്ള പ്രതിജ്ഞ ചെയ്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ പ്രതിജ്ഞ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കർമ്മനിരതമായി നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകണം. ഇങ്ങനെ നമ്മൾ കർമ്മനിരതമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പരിശ്രമം നിങ്ങളെ അള്ളാഹുവിൻ്റെ ഫളിൻ്റെ ഉടമസ്ഥരായി നിങ്ങളെ മാറ്റുന്നതാണ്. അള്ളാഹുവിൻ്റെ ഫളിൽ കരസ്ഥമായവർക്ക് പിന്നെന്താണ് വേണ്ടത്? അള്ളാഹു നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ഫളിൽ കരസ്ഥമാക്കുന്നവരെ നമ്മൾ ഓരോരുത്തർ മാറട്ടെ. ദുആ ചെയ്യുക. آمين.